വർഷത്തെ CUT പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടേൺ ടു ലേണിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആണ്. ഇത്തരത്തിലുള്ള CUT-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ ടിപ്സും ടേൺ ടു ലേണിന്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ CUT-യുടെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാം. Mahatma-Gandhi tried to obtain for the peasant security of tenure and freedom to cultivate the crops of their choice in which of the following movement? മഹാത്മാഗാന്ധി ഇടപെട്ടിട്ടുള്ള ഒരു പെസന്റ് മൂവ്മെന്റിനെ കുറിച്ചാണുള്ളത്. അതില് ചൗരി ചൗര ഉണ്ട്, അഹമ്മദാബാദ് സത്യാഗ്രഹം ഉണ്ട്, ഖേദ ഉണ്ട്, അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ബോധം, അതായത് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ചൗരി ചൗര എന്നുള്ളത് ഒരിക്കലും വരില്ല. ഇതൊരു മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കാനുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഒരു ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീയിട്ട് 22ഓളം പോലീസുകാര് മരിച്ചത് കൊണ്ട് സമരാനുകൂലികൾ ഇതിനെ നോൺ വയലൻസിലേക്ക് മൂവ് ചെയ്തത് കൊണ്ട് തന്നെ അഹിംസയിൽ ഊന്നിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സമരം അവർ പഠിച്ചിട്ടില്ല എന്നത് കൊണ്ട് തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ച ഒരു ഇൻസിഡന്റ് ആണ് ചൗരി ചൗര എന്നുള്ളത്. അപ്പൊ ചൗരി ചൗര ഒരിക്കലും വരൂല. ചൗരി ചൗര തെറ്റായിട്ടുള്ളതാണ്, ഒരിക്കലും ഒരു പെസന്റ് മൂവ്മെന്റ് ആണ്. അഹമ്മദാബാദ് 1980-ലാണ്, 1918-ലാണ് അഹമ്മദാബാദ്. ഇതൊരു മിൽ സ്ട്രൈക്ക് ആണ്. അതൊരു ഫ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലെ മിൽ സ്ട്രൈക്ക് ആണ് 1918. ദെൻ ഖേദ ഓർ ചമ്പാരൻ. ഓക്കെ, ഇതാണ് ഓപ്ഷനിൽ വരുന്നത്. ദെൻ ചമ്പാരൻ സത്യാഗ്രഹ എന്താണ്? ഇത് ബീഹാറിലെ നീലം കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരോട് ബ്രിട്ടീഷുകാർ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഓർക്കണം, തീൻ കത്തിയ എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. തീൻ കത്തിയ എന്ന് പറഞ്ഞാൽ 3/20 അവരുടെ ലാൻഡിന്റെ ഒരു ഭാഗം അവര് നീലം കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ചമ്പാരൻ സത്യാഗ്രഹം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഖേദ സത്യാഗ്രഹം എന്തായിരുന്നു? ലാസ്റ്റ് ടൈം ഒരു വരൾച്ചയും അതുപോലെ തന്നെ കൃഷിനാശം സംഭവിച്ചത് കൊണ്ട് ഇതിന്റെ ലോണും അതുപോലെ തന്നെ ടാക്സും എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യാഗ്രഹം ഖേദെങ്കിൽ, ചമ്പാരൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കൾട്ടിവേഷൻ, അതായത് പെസന്റ് സെക്യൂരിറ്റി ഓഫ് ടെനറും അതുപോലെ ഫ്രീഡം ടു കൾട്ടിവേറ്റ് ദ ക്രോപ്സ്, കർഷകർക്ക് ഇഷ്ടപ്പെട്ട ക്രോപ്സ് കൃഷി ചെയ്യുന്നതിനുള്ള അനുവാദം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ. ചമ്പാരൻ തീൻകത്തിയ എന്നുള്ള ഒരു സമ്പ്രദായം, അതായത് 15% ലാൻഡിന്റെ ഭാഗം, ടോട്ടൽ ലാൻഡിന്റെ 15% നീലം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കൾട്ടിവേഷന് വിധേയമാക്കിയിരുന്നു. അതിനെതിരെയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്. ഓക്കെ.